ക്രോസ് ന്യൂസിലേക്ക് സ്വാഗതം. വയോജനങ്ങൾ വഴിയാധാരമാകുന്നു. ഇങ്ങനെ പറയാൻ കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് ഒരു പ്രായമായ 70 വയസ്സ് കഴിഞ്ഞ ഒരു വയോജനത്തിന് നേരിടേണ്ടി വന്ന അവസ്ഥയാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ള ഒരു കുടുംബമായിരുന്നു. അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വേണ്ടി തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തുവാനായി പറഞ്ഞു. പരിശോധനകൾ പുറത്തുനിന്ന് പൂർത്തിയാക്കി ലാബ് റിപ്പോർട്ടുകളുമായിട്ട് മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴാണ്, കാർഡ് കൊടുത്തപ്പോഴാണ് അവരറിയാൻ കഴിയുന്നത് അവർക്ക് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കൂടെയുള്ള ചികിത്സ ലഭിക്കുകയില്ല. കാരണം വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് നിലവിലുള്ള സ്കീമിലൂടെ ചികിത്സ കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഇങ്ങനെ നിരവധി ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. വയോജനങ്ങൾ ചികിത്സ കിട്ടാതെ ദുഃഖിതരാകുന്നു, നിരാശരാകുന്നു. അവരെ ആരാണ് അവഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്ഥിതി ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത വന്നിരുന്നു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. പത്രവാർത്തയിൽ പറയുന്ന ഒരു കാര്യം, പുതിയതായി വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രജിസ്റ്റർ ചെയ്തവർക്ക് ചികിത്സ ലഭിക്കുന്നില്ല എന്നാണ്. അപ്പോ അവിടെ ഒരു സൂചനയുള്ളത്, നേരത്തെ ഉള്ളവർക്ക്, രജിസ്റ്റർ ചെയ്തവർക്ക് ചികിത്സ കിട്ടുന്നുണ്ടോ? വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നേരത്തെ ചികിത്സ കൊടുത്തിരുന്നു എന്നാണ് പത്രം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ചികിത്സ ലഭിക്കുന്നില്ല എന്നാണ് പത്രം പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. ചികിത്സ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചികിത്സ എന്തുകൊണ്ട് ആരംഭിച്ചില്ല എന്ന് അന്വേഷിക്കുമ്പോൾ ലഭിച്ച മറുപടി, അങ്ങനെ ഒരു നിർദ്ദേശം എംപാനൽ ചെയ്ത ആശുപത്രികൾക്ക് സ്റ്റേറ്റ് നോഡൽ ഏജൻസിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ്. ശരിയാണ്. ആരംഭിക്കാത്ത പദ്ധതിയെക്കുറിച്ച് ഒരു നിർദ്ദേശം എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ അവർ കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ, സ്റ്റേറ്റ് നോഡൽ ഏജൻസി എംപാനൽ ചെയ്ത ആശുപത്രികൾക്ക് വയോവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ചികിത്സ കൊടുക്കുവാൻ പറഞ്ഞിട്ടില്ല. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ, അതായത് കേരളത്തിൽ വളരെ വിജയകരമായി നടപ്പിലാക്കുകയാണ്. 5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാണ്. കേരളത്തിൽ ഈ പദ്ധതിയുടെ പേര് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഥവാ കാസ്പ് എന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി പേര് മാറ്റി നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ കാസ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 42 ലക്ഷത്തിലധികം പേരാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം, സർവേ പ്രകാരം ഇത്രയും ആൾക്കാർക്ക് കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ നേരത്തെ മുതലേ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാവുകയും 2018 ആണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അവസാനമായി രജിസ്ട്രേഷൻ നടപ്പിലാക്കിയതും. BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുമായിരുന്നു ഈ പദ്ധതി രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിച്ചിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ BPL ലിസ്റ്റ് പ്രകാരം ഏതാണ്ട് 12 ലക്ഷത്തോളം ആൾക്കാർ മാത്രമേ കേരളത്തിൽ ഇതിന് അർഹരായിട്ടുള്ളൂ എന്നാണ് കണ്ടെത്തിയത്. കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തൽ പ്രകാരം ഏതാണ്ട് 12 ലക്ഷം ആൾക്കാർക്ക് മാത്രമേ കേരളത്തിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് അർഹരായിട്ടുള്ളൂ. ബാക്കി ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ, ഈ പദ്ധതിയിൽ ബാക്കി ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആൾക്കാരെ അധികമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കണക്ക് അംഗീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാസ്പിൽ അംഗങ്ങളായ ആൾക്കാരുടെ പ്രീമിയം തുക കേരള സർക്കാരുകൾ 60-40% അടിസ്ഥാനത്തിലാണ് അടയ്ക്കുന്നത്. 60% കേന്ദ്ര ഗവൺമെന്റ് തരുന്നു, 40% കേരള ഗവൺമെന്റ് കൊടുക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ ആ കൂടുതലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പ്രീമിയം തുക കേന്ദ്ര ഗവൺമെന്റ്
കൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കിന് പുറത്തുള്ള ആൾക്കാരുടെ മുഴുവൻ പ്രീമിയം തുകയും കേരള ഗവൺമെന്റ് ആണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരള സർക്കാരിന് അധികമായ ബാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കെല്ലാം, ഒരു കുടുംബത്തിൽ എത്ര 70 വയസ്സ് കഴിഞ്ഞവരുണ്ടോ അവർക്കെല്ലാം പ്രത്യേകമായ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി വയോബന്ധന ആരോഗ്യ ഇൻഷുറൻസ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രീമിയം തുക വർദ്ധിപ്പിക്കണമെന്നും വിഹിതം കൂടുതൽ നൽകണമെന്നും കേന്ദ്രത്തോട് കേരള സർക്കാർ ആവശ്യപ്പെടുകയുണ്ടായി. ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റുകൾ തീരുമാനമെടുത്തിട്ടില്ല. ആ തീരുമാനമെടുക്കാത്തതിന്റെ സാഹചര്യത്തിലാണ് കേരളത്തിൽ വയോബന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാകാതെ ഇരിക്കുന്നത്. ഇക്കാര്യം പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാം നേരത്തെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ബജറ്റിലും കേന്ദ്ര ബജറ്റിലും കേരള ബജറ്റിലും വയോബന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പദ്ധതിയിൽ തുക കൂടുതലായി വകയിരുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ കേരളത്തിലെ ഭാവി എന്താണെന്ന് ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. കാസ്പ് എന്ന് പറയുന്ന പദ്ധതി വളരെ വിജയകരമായ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കാസ്പിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 30,000 രൂപ, 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അധികമായി 30,000 രൂപ കൂടി നൽകുന്നുണ്ട്. അതല്ലാതെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകമായി 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുവാൻ കേരളത്തിൽ ഇതുവരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾ, വയോബന്ധന രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ കാർഡുമായി എംപാനൽ ചെയ്ത ആശുപത്രികളിൽ എത്തുമ്പോൾ അവിടെ ഈ കാർഡ് ഇതനുസരിച്ചുള്ള ചികിത്സ ആരംഭിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കുകയോ വയോജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷ കൈവിടുന്നില്ല. ഇക്കാര്യത്തിൽ ഉടനെയെങ്കിലും കേരള സർക്കാരുകൾ തീരുമാനമെടുക്കുകയും വയോജനങ്ങളെ വഴിയാധാരമാകാതിരിക്കുവാൻ ഇടപെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.